തന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഒരേ ഒരു രാജാവ്. ഹായ് ഗൈസ്, AITP എന്ന പെർമിറ്റ് കേരളത്തിന് പരിചയപ്പെടുത്തിയ നാമം റോബിൻ്റെ പുനലൂർ കോയമ്പത്തൂർ സർവീസിന് ശേഷം അടുത്തൊരു സർവീസുമായി റോബിൻ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കാണ് സർവീസ്. ടൗൺ ടു മെട്രോ എന്നാണ് ഈ ഒരു സർവീസിന് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൃശ്ശൂർ മുതൽ എറണാകുളം വരെയുള്ള യാത്രയാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് യാത്രയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ വീഡിയോ എടുത്ത കോഴിക്കോട് വൈറ്റിൽ ഓടിയിരുന്ന ഡീർ ബസ്സിൻ്റെ ബസ്സാണ് റോബിൻ മോട്ടോഴ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡീർ ബസ്സിൽ നിന്ന് റോബിനിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറയുന്നില്ല, കാരണം ഓൾറെഡി ഡീർ ബസ്സിനെ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടാറ്റ മാർക്കോപോളോ സ്റ്റാർ ബസ് അൾട്രയുടെ സ്പെക്ക് ഞാനതിൽ റോബിൻ എന്ന പേര് നല്ല കിണ്ണനായിട്ട് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ T2M എന്ന് കൊടുത്തിരിക്കുന്ന കാണാം. തൃശ്ശൂർ ടു വൈറ്റിലായതുകൊണ്ട് തന്നെ ടൗൺ ടു മെട്രോ എന്നുള്ളതാണ് അതിൻ്റെ ഷോർട്ട്. AC പുഷ് ബാക്ക് എന്നുള്ളത് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എറണാകുളം എന്നുള്ള ബോർഡ് ഡീർ ബസ്സിൻ്റെ അതേ ബോർഡിനാണ് വെച്ചിട്ടുള്ളത്. ബാക്കി ഫ്രണ്ടിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനി സൈഡ് വ്യൂയിലേക്ക് നോക്കിയാൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഡീർ ബസ്സിൻ്റെ ലോഗോ ഇവിടുന്ന് ബാക്ക് സൈഡിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ റോബിൻ്റെ ബുക്കിംഗ് നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് നോക്കിയാൽ റോബിൻ്റെ പേര് ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്, തൃശ്ശൂർ ടു എറണാകുളം. അതുപോലെ ഡിക്കി സ്പേസിൻ്റെ അവിടെ ആയിട്ട് തൃശ്ശൂർ ടു എറണാകുളം ബുക്കിംഗ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ബാക്ക് ലുക്ക്. നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഓൾറെഡി പരിചയപ്പെടുത്തിയതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇൻറ്റീരിയറിൽ പരിചയപ്പെടുത്തുന്നില്ല. 35 പുഷ് ബാക്കും 5 നോൺ പുഷ് ബാക്കും സീറ്റുകളാണ് ഉള്ളത്. എല്ലാ സീറ്റുകളിലും നമ്മൾ ബോട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരഥിയെ പരിചയപ്പെടാം. പേര് അഭിഷേക്. ഇതെവിടെയാ? തൃശ്ശൂർ അരിമ്പൂർ എന്ന് പറയും. തൃശ്ശൂർ അരിമ്പൂർ അല്ലേ? ഓക്കെ. നമ്മുടെ റോബിൻ്റെ ടൈമിങ്സും സർവീസും എങ്ങനെയാണ് വരുന്നത്? നമുക്കിപ്പോൾ കറക്റ്റ് ഇന്നിപ്പോൾ ട്രെയിലറിനാണ് നമ്മൾ ചെയ്തേക്കണേ. ആൾക്കാരൊന്ന് ശ്രദ്ധ വെച്ചാൽ വേണ്ടി എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഫസ്റ്റ് 2 വണ്ടി നമ്മൾ ഓർഡർ ഉദ്ദേശിക്കണേ. അപ്പോൾ ആദ്യത്തെ വണ്ടി 5:30 പുറപ്പെടും പുലർച്ചെ തൃശ്ശൂർ ശക്തനിൽ നിന്ന്. രണ്ടാമത്തെ വണ്ടി 6:30. അപ്പോൾ അത് കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് 2 hours ഗ്യാപ്പിലാണ് വരുന്നത്. അതായത് 2 hours വൈറ്റില്ല റിട്ടേൺ. പിന്നെ മേ ബി ബ്ലോക്കുകളൊക്കെ വരുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ ടൈമിൽ മാറ്റം വരും. ചെറിയൊരു മാറ്റങ്ങൾ അത്രേ വരുന്നത്. രാവിലെ 5 മണി. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ശക്തൻ നഗർ ബസ് സ്റ്റാൻഡിലാണ്. പാലക്കാട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാനുള്ള ബസ്സുകളൊക്കെ റെഡിയാകുന്നു. റോബിൻ മോട്ടോഴ്സിൻ്റെ തൃശ്ശൂർ എറണാകുളം AITPയുടെ കന്നി യാത്രയിൽ രാവിലെ 5:30ക്കുള്ള സർവീസിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ശക്തൻ നഗർ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പെട്രോൾ പമ്പിന് മുമ്പിലാണ് ബോർഡിംഗ് പോയിന്റ് റോബിൻ ബസ്സിന് വരുന്നത്. അങ്ങനെ 5:30യോടുകൂടി റോബിൻ ബസ്സിൻ്റെ കന്നി യാത്ര ഇവിടെ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുകയാണ്.
മുന്നിൽ പോകുന്നത് കോഴിക്കോട് തിരുവനന്തപുരം AC ലോ ഫ്ലോർ ബസ്സാണ് കേട്ടോ. ഈ ലോ ഫ്ലോർ ബസ്സുകൾക്ക് പകരമായിട്ടാണ് റോബിൻ ബസ്സിൻ്റേത് പോലുള്ള ടാറ്റ മാർക്കോപോളോ, സ്റ്റാർ ബസ്, അൾട്രാ ചേസിൽ സൂപ്പർ ഫാസ്റ്റ് AC പ്രീമിയം ബസ്സുകൾ KSRTC ഇറക്കിയത് എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ മുൻപ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ലോ ഫ്ലോർ ബസ്സുകളെല്ലാം റീഫർബിഷ് ചെയ്ത് വീണ്ടും തിരുവനന്തപുരം കോഴിക്കോട് റൂട്ടിലാണ് ഇപ്പം KSRTC ഓടിക്കുന്നത്. KSRTCക്ക് ഏറെ മോണോപ്പൊളിയുള്ള റൂട്ടാണ് തൃശ്ശൂർ തിരുവനന്തപുരം റൂട്ട്. കോട്ടയം വഴിയും എറണാകുളം വഴിയും 15 മിനിറ്റ് ഗ്യാപ്പിൽ സൂപ്പർ ഫാസ്റ്റ് AC ലോ ഫ്ലോർ ബസ്സുകൾ, അങ്ങനെ പലവിധ ക്ലാസ്സിലുള്ള ബസ്സുകളും KSRTC ഈ റൂട്ടിൽ ഓടിക്കുന്നുണ്ട്. എന്നാൽ KSRTCയുടെ ഈ ഒരു കുത്തക റൂട്ടിലേക്ക് തന്നെയാണ് ഗിരീഷ് ഏട്ടൻ്റെ റോബിൻ മോട്ടോഴ്സ് അവരുടെ ഇൻ്റർസിറ്റി AC ബസ്സുമായിട്ട് കടന്നു വന്നിരിക്കുന്നത്.
കന്നിയാത്ര ആയതുകൊണ്ട് തന്നെ മിക്ക ടൗണുകളിലും കയറിയാണ് ബസ് ഇന്ന് യാത്ര ചെയ്തത്. കാരണം ആളുകളെ ഒന്ന് ബസ് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അങ്ങനെ ചെയ്തത്. പെയിന്റ് അടിക്കാൻ 50-100 കിലോമീറ്റർ ഓടിയ ആൾക്കാരെ ഞങ്ങൾ വിഷയമാണ്. അവിടുത്തെ കാണാൻ തൃശ്ശൂർ എറണാകുളം റൂട്ടിലെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണ് ചാലക്കുടി. അവിടെ ബുക്കിംഗ് ഇല്ലെങ്കിൽ കൂടി നമ്മൾ ചാലക്കുടി ബസ് സ്റ്റാൻഡിലൊന്ന് കയറി ഇറങ്ങിയിട്ടാണ് പോയത്. പോയിട്ട് റൈറ്റ് ഒക്കെ അല്ലേ? തൃശ്ശൂരിൻ്റെയും അങ്കമാലിയുടെയും ഇടയിലായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അണ്ടർപാസിൻ്റെയും ഫ്ലൈ ഓവറിൻ്റെയും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. രാവിലെയുള്ള ട്രിപ്പായതുകൊണ്ട് നമുക്കിവിടെ ഒന്നും ബ്ലോക്ക് കിട്ടിയിട്ടില്ല.
വൈറ്റേ പോകുമ്പോഴേ രാവിലെ കാണാം എരുമേല് വേണ്ടി എരുമേല് വൈകുന്നേരം അങ്കമാലി ജംഗ്ഷൻ ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്നത് MC റോഡ്. ഇനി MC റോഡ് വഴി ട്രിവാൻഡ്രം, കോട്ടയം, അങ്കമാലി, എറണാകുളമൊക്കെ കണക്ട് ചെയ്ത് ഭാവിയിൽ AATP ബസ്സുകൾ ഓടാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ പേര് കുര്യൻ ജോസഫ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഈ സർവീസ് പുതിയതായിട്ട് ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഞാനതിൽ എനിക്ക് വന്ന ആദ്യത്തെ യാത്രക്കാരനാണ്. എൻ്റെ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ബുക്കിങ്ങും പിന്നെ ട്രാവൽ കംഫർട്ടും വളരെ നല്ലതാണ്. ബസ്സിലുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം വളരെ നല്ലതാണ്. നമ്മൾ കംഫർട്ടബിളായിട്ടുള്ള ജേർണി എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഈ സർവീസ് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കാറ് വേണമെങ്കിൽ വീട്ടിലിട്ടിട്ട് ബസ്സിൽ കയറി വരാനുള്ള ഒരു കണ്ടീഷൻ ഈ ബസ്സിലുണ്ട്.
റോബിൻ ബസ്സിൽ ബുക്ക് ചെയ്ത് നമുക്കായിട്ട് ഇതാ ഇങ്ങനെ ഒരു ഐറ്റം റോബിൻ ബസ് തന്നിട്ടുണ്ട്. റോബിൻ ബോർഡിംഗ് പാസ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കൊച്ചി മെട്രോയുടെ ഫീഡർ ബസ്സുകളിലൊന്നാണ് ഈ കാണുന്നത്. കാക്കനാട് വാട്ടർ മെട്രോയിലേക്കുള്ള ബസ്സാണ്. നമ്മളിതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെട്രോ മെട്രോൻ്റെ അല്ല. കളമശ്ശേരി HMT ജംഗ്ഷൻ. കാക്കനാട് പോകേണ്ടവർക്കും ഇൻഫോ പാർക്കിൽ പോകേണ്ടവർക്കും വണ്ടർലേ പോകേണ്ടവർക്കൊക്കെ ഇവിടെ ഇറങ്ങാവുന്നതാണ്. ഇടപ്പള്ളി ജംഗ്ഷൻ. നമ്മൾ കഴിഞ്ഞ തവണ ഡിഗ്രി ബസ്സിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഗുരുവായൂർ കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ വഴിയാണ് എടപ്പള്ളിയിലേക്ക് വന്നത്. എന്നോട് ഇന്നലെ വിളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ. ഞാൻ ഒന്ന് ഇതാക്കി നോക്കി, ഏത് സുനിലേട്ടൻ്റെയും ചേട്ടൻ്റെയും നോക്കി. അതായത് ചേട്ടനെ ഒരാൾ വിളിച്ച് പറഞ്ഞില്ലേ വരാൻ പറ്റും. അവിടെ റൈറ്റില് റൈറ്റിക്കല്ല, ആ ഉള്ളിൽ കയറല്ലേ? പോയിട്ട് പോരാ.
ആ 12 റോബിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ലേറ്റായിട്ടാണ് എത്തിയിട്ടുള്ളത്. എന്നാലും എറണാകുളത്ത് നിന്ന് തിരിച്ച് തൃശ്ശൂരേക്കുള്ള ട്രിപ്പ് കറക്റ്റ് 7:30ക്കാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ഫസ്റ്റ് ട്രിപ്പിലാണ് നമ്മൾ പങ്കെടുത്തിട്ടുള്ളത്. തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. തൃശ്ശൂർ മുതൽ വൈറ്റില വരെ KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് 103 രൂപയാണ് വരുന്നത്. ഗരുഡ പ്രീമിയം AC-ക്ക് 151 രൂപയും ലോ ഫ്ലോർ AC-ക്ക് 155 രൂപയും സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം AC ബസ്സിന് 141 രൂപയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റോബിൻ ഇറക്കിയിട്ടുള്ള AC പുഷ് ബാക്ക് ബസ്സിന് 150 രൂപ ഒരു കൂടുതൽ ചാർജായിട്ട് പറയാൻ പറ്റുകയില്ല. ഇത് നമ്മളെടുക്കുന്ന റോബിൻ്റെ രണ്ടാമത്തെ ബസ്സിൻ്റെ വീഡിയോ ആണ്. ഈ 2 വീഡിയോകളിലും റോബിൻ്റെ സ്വന്തം ഗിരീഷ് ഏട്ടനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും അതിന് ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ ഡീർ ബസ് നിർത്തിപ്പോയതല്ല, അവർ പുത്തൻ ബസ്സുമായിട്ട് ഉടനെ വരുന്നതാണ്. അപ്പോൾ നമുക്കുടനെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം.